നാർസിസിസം ബോർഡർ ലൈൻ ഇതൊക്കെ പറയുന്നത് ഇമോഷണലി അൺസ്റ്റേബിൾ എന്നാണ് ഞങ്ങൾ പറയുക. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരുന്നു പണ്ട് പറഞ്ഞു. ഇതെല്ലാം പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഇവർ മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് പേഴ്സണാലിറ്റിയിൽ ചില ട്രേറ്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ബിഹേവിയർ പാറ്റേണിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മൾ കാണുന്ന മാറ്റം ഒരു ചിരിയായിരിക്കും. അത് മതി നമുക്ക്. ഒട്ടും ചിരിക്കാത്തൊരു വ്യക്തി അടുത്തത് നമ്മൾ പോകുമ്പോൾ ചിരിക്കുന്നു. ക്യാൻസറും വേറൊരു രോഗമാണ്, അങ്ങനെ കുറച്ചൊരു ഡ്രാമാറ്റിക് ആയിട്ട് കാണിക്കുന്നത്. അതേപോലെയാണ് മാനസിക രോഗം. സിനിമകളിൽ വരുമ്പോൾ അതിന് വളരെയധികം ഡ്രാമ ഉണ്ടാവും, പക്ഷെ അതങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ ആ മീഡിയത്തിൽ കൂടെ. അപ്പോൾ എന്നാലേ അതിനുള്ളൊരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ അതിൽ നല്ലതും വരുന്നുണ്ടല്ലോ, ചികിത്സ ലഭിക്കുന്നു അതിൽ. അപ്പോൾ ഇപ്പോൾ ഈ ഷോക്ക് ECT എന്ന് നമ്മൾ പറയുന്ന ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, ഇപ്പോൾ പണ്ട് സിനിമയിലൊക്കെ അത് കുറച്ച് അതിനൊരു ഇങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പോർട്രേ ചെയ്യുമായിരുന്നു. ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നതൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് കുട്ടികൾ തന്നെ അഡ്രസ്സ് ചെയ്യുകയും അതിനെ ഹീൽ ചെയ്യാനൊക്കെ ഉള്ള ഇത് നമ്മളോടൊക്കെ തന്നെ ചോദിക്കും അതിനുള്ള മാർഗമുണ്ടോ എന്നൊക്കെ. ഒരുപാട് കുട്ടികൾക്ക് വളരെ തരത്തിലുള്ള പീഡനങ്ങൾ, ഇപ്പം പിന്നെ പുതിയ ഒരുപാട് വാക്കുകൾ. ഇപ്പം എനിക്കൊരു 4-5 വർഷത്തിനിപ്പുറം ഞാനൊക്കെ പഠിച്ച പല വാക്കുകളുണ്ട്. നേരത്തെ പഠിച്ച നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി, ബോർഡർ ലൈൻ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഇപ്പം നമ്മൾ ഇതാണ് കോമൺ ടോക്കിംഗ് തന്നെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ പോസിറ്റീവാണോ നെഗറ്റീവായിട്ടാണോ സൊസൈറ്റിയെ ബാധിക്കുന്നത്? ഒരുപാട് യൂട്യൂബുകളിൽ കൂടിയും ഒക്കെ ആൾക്കാർ ഈ അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറയുന്ന പോലെ എല്ലാ കാര്യത്തിനും അതിൻ്റെ ഒരു നന്മയും ഉണ്ടാവും, അത് എടുക്കുന്ന രീതിയാണല്ലോ, അതിൻ്റെ ചില ഇതും ഉണ്ടാവും. എനിക്കിതാണെന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്ത് അതിനെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള വേയിൽ റിയാക്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ കുറേ പേർക്ക് ഇത് അറിവ് കിട്ടുമ്പോൾ അവർക്ക് അവരെക്കുറിച്ചുള്ളൊരു ധാരണ, അവരുടെ കുടുംബത്തിലെ ഒരു വ്യക്തിക്കാണ് അസുഖം, അതിനെക്കുറിച്ചുള്ള ധാരണ വരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഈ നാർസിസിസം ബോർഡർ ലൈൻ ഇതൊക്കെ പറയുന്നത് ഇമോഷണലി അൺസ്റ്റേബിൾ എന്നാണ് ഞങ്ങൾ പറയുക. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരുന്നു പണ്ട് പറഞ്ഞു. ഇതെല്ലാം പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഇവർ മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് പേഴ്സണാലിറ്റിയിൽ ചില ട്രേറ്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ബിഹേവിയർ പാറ്റേണിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ്. എന്ന് വെച്ചാൽ മാറ്റാൻ പറ്റുമോ? നാർസിസിസ്റ്റ് ആണെങ്കിൽ ഞാനിതിപ്പോൾ ഒരു ഔട്ടിസ്റ്റിക് ആയ ഒരാളെ പോലെ നാർസിസിസ്റ്റ് ആയ ഒരാളെ നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഇതുണ്ട്, ഗ്രേഡും ഉണ്ട്. വളരെ നാർസിസ്റ്റിക് ആയ ആൾ ചിലപ്പോൾ തെറാപ്പിക്ക് വരുകയില്ല. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറാപ്പി ചില ആൾക്കാർ വളരെ നേരിയ രീതിയിൽ കുറച്ച് അവർക്ക് ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ആ ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ, ഇഫ് ദേ ആർ അവൈലബിൾ ഫോർ തെറാപ്പി ദേ വിൽ ഹാവ് എ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. അവർക്ക് ചില റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇമോഷണലി അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ബോർഡർ ലൈൻ. അവർക്ക് തെറാപ്പി കിട്ടി അവർ വില്ലിങ് ആണെങ്കിൽ അവർക്ക് തിരിച്ച് എല്ലാവർക്കും ഇതിലെല്ലാത്തിനും അതിനായിട്ടുള്ളൊരു മെസ്സുകൾ. ഇപ്പോൾ ദർ ഇസ് നോ മെഡിസിൻ ഫോർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. അതിൻ്റെ സിംറ്റംസും അതിൻ്റെ ബിഹേവിയറിനും നമ്മൾ മരുന്ന് നോക്കി കൊടുക്കും. ഇതല്ലാതെ സൈക്കോതെറാപ്പിയും, അത് പലതരം സൈക്കോതെറാപ്പീസ് ഉണ്ട്. ഈ മെഹക്കുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം ട്രീറ്റ്മെന്റുകളും കൊടുക്കുന്നുണ്ട്. ചിത്രയുടെ ഇതുവരെയുള്ള ഇതിനകത്ത് എത്രമാത്രം സക്സസ്ഫുൾ ആയി എന്ന് ചിത്രയ്ക്ക് എത്രമാത്രം മെന്റലി ഒരു ഇത് തോന്നുന്നുണ്ട്? നമ്മളിപ്പോൾ ഇപ്പോൾ മെഹക്കിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഞാൻ ആദ്യം 1-2 ക്ലിനിക്സിൽ ഗ്രോത്തേ ഉണ്ടായിട്ടുള്ളൂ. എന്നുവെച്ചാൽ ആസ് എൻ ഓർഗനൈസേഷൻ 2 ക്ലിനിക്ക്, ഒരു ക്ലിനിക്കിൽ നിന്ന് തുടങ്ങി നമുക്കിപ്പോൾ 25-30 ഞങ്ങളിപ്പോൾ കൂട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഡിസ്ട്രിക്റ്റ് പോലും നമുക്ക് മുഴുവൻ കവർ ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ ഓർഗനൈസേഷനാണ്, ഒരു സ്റ്റേറ്റ് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ദിസ് ഈസ് എ ഡെമോൺസ്ട്രേഷൻ, ഇങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. പിന്നെ നമ്മൾ പരിചരണം നൽകുന്ന വ്യക്തികൾ, അവർക്ക് വരുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മൾ കാണുന്ന മാറ്റം ഒരു ചിരിയായിരിക്കും. അത് മതി നമുക്ക്. ഒട്ടും ചിരിക്കാത്തൊരു വ്യക്തി അടുത്തത് നമ്മൾ പോകുമ്പോൾ ചിരിക്കുന്നു. ഒരു കുട്ടി, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കുട്ടി എൻട്രൻസ് എഴുതി ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ മാറ്റങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് വളരെ ഇൻഡിവിജ്വലായിട്ടേ കാണുന്നുള്ളൂ ഞാൻ. ഓഫ്കോഴ്സ് ഓർഗനൈസേഷനിലായിട്ടും പിന്നെ ഈ എങ്ങനെയാണ് നമ്മുടെ പാർട്ട്നേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതും. നമ്മളിത് ചെയ്യുന്ന കണ്ടിട്ട് പല പഞ്ചായത്തും നമ്മളോട് ചോദിക്കുന്നു ഞങ്ങൾക്കും കൂടെ ഈ പ്രോഗ്രാം തുടങ്ങി തരുമോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഗ്രോത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരുപാട് വ്യക്തികൾക്ക് മാറ്റം എന്ന് പറഞ്ഞാൽ അസുഖം മുഴുവൻ മാറ്റിക്കൊടുക്കുന്നു എന്നല്ല, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അവർക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് മരുന്ന്, ഇപ്പോൾ നമ്മൾ
പുറത്ത് പോയി അവർ ചികിത്സ എടുക്കുവാണെങ്കിൽ ഈസിലി ഒരു 1500-2000 രൂപ ആവണമെങ്കിൽ നമ്മൾ അവർക്ക് ഒരു 300-500 രൂപയിൽ നമ്മളുടെ ചിലവ് നമ്മൾ അവരെ നിന്ന് മേടിക്കുന്നില്ല. നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര കോസ്റ്റേ വരുന്നുള്ളൂ. വളരെ കോസ്റ്റ് എഫക്റ്റായിട്ട് അവർക്ക് വേറെ ഞാൻ മാറ്റങ്ങൾ പറഞ്ഞുതരാം. അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അവരുടെ ഡോർ സ്റ്റെപ്പിലും അവരുടെ പഞ്ചായത്തിലും അവരുടെ PHCയിലും ഈ ചികിത്സ ലഭിക്കുന്നത്. സാധാരണ മാനസിക രോഗമാണെങ്കിൽ ഇവർ അവിടെ നിന്ന് മാറി വേറൊരു ആശുപത്രിയിലോ എവിടെയെങ്കിലും ഒളിച്ചാണ് അവർ പണ്ട് പോയിക്കൊണ്ടത്. ഇപ്പം അവർക്ക് അവിടെ തന്നെ കിട്ടുന്നു. അപ്പം ഇതൊക്കെയാണ് ഞാൻ കാണുന്ന മാറ്റങ്ങൾ. മാനസിക രോഗിയുള്ള ഒരു വീട് എന്ന് പറയുമ്പം എന്തോ ഒരു വലിയ പ്രശ്നമായിരുന്നു. നമ്മള് ഇപ്പം കെട്ടിയിടുന്നു അല്ലെങ്കിൽ ചങ്ങലക്കിടുന്നു. പക്ഷെ അതിപ്പം ഇപ്പോഴും കാണുന്നുണ്ട് ചില സ്ഥലത്ത്. പക്ഷെ അത് ഒരിക്കലും അവരെ ഉപദ്രവിക്കാനോ ഒന്നുമല്ല. പലപ്പോഴും പേടിയായിട്ടാണ് കുടുംബക്കാർക്ക് ഇറങ്ങിച്ചെല്ലുവോ അല്ലെങ്കിൽ എന്തെങ്കിലും വയലൻ്റ് ആവുമോ അപകടം ഉണ്ടാവും. ഇവരെല്ലാം ജോലിക്ക് പോകണം, തൊഴിലുറപ്പിന് പോകണം, ഇതിനും. അപ്പോൾ അവരൊരു റൂമിലാക്കി അടച്ചിട്ടിട്ട് പോകും. ഒരിക്കലും അവർ ഫാമിലീസ് ആർ വെരി റെസിലിയൻറ്റ്. അവർ നോക്കുന്ന പോലെ നമുക്ക് ആർക്കും അവർക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. അത് ആ ഫാമിലിയെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എംപവർ ചെയ്യുകയാണെങ്കിൽ പകുതി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ശരിക്കും നമ്മൾ ഗവൺമെന്റിന്റെയും സൊസൈറ്റിയുടെയും സപ്പോർട്ട് വേണം അല്ലേ? ശരിക്കും വേണം. ഫണ്ട് വേണ്ടേ? ഇതൊക്കെ ചെയ്യാൻ നമുക്ക് പൈസ വേണം. അപ്പോൾ ഗവൺമെന്റിന്റെ വേണം. അപ്പോൾ ഈ ലോക്കൽ ഗവൺമെന്റ്സ് വളരെ ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ പ്രോജക്ട്സ്. ലോക്കൽ പഞ്ചായത്ത് കേരളത്തിന് പുറത്തോ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല കേരളത്തിൽ. പുറം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അവിടെ വന്ന് ചെയ്തു തരാമോന്ന്. പക്ഷെ അവിടുത്തെ ഒരു വി ഷുഡ് ബി വെരി അവെയർ ഓഫ് ദ സോഷ്യോ പൊളിറ്റിക്കൽ ജോഗ്രഫിക്കൽ ഒരു ആ മാപ്പ് നമുക്ക് ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മളവിടെ പോയിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വെരി അവെയർ. പൊളിറ്റിക്സ് ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും അവർക്ക് ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ അത് മാറ്റി വെച്ച് അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, അവർക്ക് പാർട്ട്ണർ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഞാൻ തന്നെ ഞാൻ വയ്ക്കും ഒരു ദിവസത്തിൽ 1-2 ഫോൺ കോൾസ് ഇങ്ങനെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഒരാളുടെ പേഷ്യൻ്റ് മരുന്ന് മാറ്റേണ്ടി വരുന്നത്, വേറൊരു ഡോക്ടർ, ഇത്തരം ഒരു കുടുംബം മുഴുവനായിട്ടും സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ഇതാണ് വരുന്നത് ശരിക്കും. അത് പ്രത്യേകിച്ച് ഒരു കുട്ടികൾക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു യങ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ കുടുംബത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്ന അല്ലേ. അപ്പോൾ ഒരു കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരാണല്ലോ ഫ്യൂച്ചർ. ആ ഫ്യൂച്ചർ എഫക്റ്റ് ചെയ്യുമ്പോൾ ആ കുടുംബം അങ്ങ് തകർന്നു പോവുകയാണേ. ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ഇതല്ലാതെ. പക്ഷെ എപ്പോഴും മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദമുണ്ടെങ്കിൽ, ഡിസ്ട്രെസ് എന്ന് ഞങ്ങൾ പറയും, ആ ഡിസ്ട്രെസ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. സഹായം അവൈലബിൾ ആണ്. മിക്ക ആശുപത്രികളും അല്ലെങ്കിൽ എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി ഉണ്ട്. ഒരു ക്വാളിറ്റി ഓഫ് കെയർ, ഒരുവിധം നല്ല ക്വാളിറ്റി ഓഫ് കെയർ ഈ ഭയമുണ്ട്. എനിക്ക് തോന്നുന്നു മരുന്നുകളെ കുറിച്ച്, അത് സിനിമയിൽ നിന്ന് ട്രീറ്റ്മെന്റിനെ കുറിച്ച്, മരുന്ന് മാത്രമല്ല ഇപ്പം ഷോക്ക് ട്രീറ്റ്മെന്റ്, എനിക്ക് തോന്നുന്നു സിനിമകളിൽ കൂടിയും നമ്മളുടെ ഈ ഫിക്ഷനിൽ കൂടിയൊക്കെ വായിച്ച് അതിനെ ഒരു ഡ്രാമറ്റൈസ് ചെയ്യല്ലേ സിനിമയിൽ. അസുഖങ്ങളും അതും ഒരു എനിക്കിപ്പോൾ ക്യാൻസറും വേറൊരു രോഗമാണ്. അങ്ങനെ കുറച്ചൊരു ഡ്രാമാറ്റിക് ആയിട്ട് കാണിക്കുന്നത്. അതേപോലെയാണ് മാനസിക രോഗം. സിനിമകളിൽ വരുമ്പോൾ അതിന് വളരെയധികം ഡ്രാമ ഉണ്ടാവും. പക്ഷെ അതങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ ആ മീഡിയത്തിൽ കൂടെ. അപ്പോൾ എന്നാലേ അതിനുള്ളൊരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ അതിൽ നല്ലതും വരുന്നുണ്ടല്ലോ, ചികിത്സ ലഭിക്കുന്നു അതിൽ. അപ്പോൾ ഇപ്പോൾ ഈ ഷോക്ക് ECT നമ്മൾ പറയുന്ന ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, ഇപ്പോൾ പണ്ട് സിനിമയിലൊക്കെ അത് കുറച്ച് അതിനൊരു ഇങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പോർട്രേ ചെയ്യുമായിരുന്നു. പണ്ട് കുറച്ചധികം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് അതിന് നല്ല എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഉപയോഗിക്കുമായിരുന്നു. ഒരു മെയിൻറ്റെയിൻ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ECT ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ECT മരുന്നുകളുടെ അഡ്വാൻസസിൽ പലപ്പോഴും നമ്മൾ ECTയുടെ ഉപയോഗം വളരെ ചുരുക്കം ഇൻഡിക്കേഷൻസിനെ നമ്മളിപ്പോൾ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് എല്ലാ രോഗികൾക്കും നമ്മൾ അങ്ങനെയൊന്നുമില്ല. അതേപോലെ മരുന്നുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മൈൽഡായിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്രേഡ് ഓഫ് ദി രോഗം നോക്കുമ്പോൾ ചെറിയ തോതിലുള്ള ഒരു ചെറിയ കാലത്തേക്കും കൊടുക്കാൻ പറ്റും. അതെ. ഒരു ഫസ്റ്റ് ടൈം ആയിട്ടുള്ള വരുന്ന ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു വിഷാദമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരുന്ന് ഒരു 7-8 മാസം കൊടുത്ത് അത് കുറയ്ക്കാൻ നോക്കിയിട്ട് അവർ സ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ പിന്നെ തിരിച്ച് ആവശ്യമുണ്ടെങ്കിൽ വരുന്നേ പറയുള്ളൂ. മനസ്സിലായില്ലേ? എല്ലാവർക്കും നമ്മൾക്ക് നീണ്ടകാലം കൊടുക്കണം എന്നില്ല. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രത്യേകിച്ച് ഈ സിവിയർ മെൻ്റൽ ഇൽനെസ് എന്ന് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഡിപ്രഷൻ, ബൈപ്പോളർ മൂഡ് ഡിസോർഡർ, ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, ബൈപ്പോളർ മൂഡ് ഡിസോർഡർ, ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, ഇതെല്ലാം
കോമൺ മെൻ്റൽ ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. സാധാരണപ്പെട്ട സിവിയർ മെൻ്റൽ ഡിസോർഡേഴ്സിലാണ് നമ്മൾ ഈ സ്കിസോഫ്രീനിയ, ബൈപോളർ മൂഡ് ഡിസോർഡർ, ക്രോണിക് ആയിട്ടുള്ള സൈക്കോസിസ് എന്ന് പറയുന്ന അസുഖങ്ങളുടെ ആ ഒരു ഇത്, പിന്നെ അങ്ങനത്തെ അസുഖങ്ങൾക്കാണ് കുറേ കൂടെ നമുക്ക് ലോങ് ടേം കെയർ വേണ്ടി വരുന്നത്. അപ്പോൾ ശരിക്കും ചിത്ര പറയുന്നത് ശരിക്കും ട്രീറ്റ്മെന്റ് എടുത്ത് നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാം. ഡെഫിനറ്റ്ലി അത് ഡെഫിനറ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടുകയാണ്, നമുക്ക് ഒരു സൂപ്പർവിഷനോടെ നമുക്ക് മരുന്ന് കഴിക്കാമെങ്കിൽ ഈ മരുന്ന് കഴിച്ചാലൊന്നും സ്വസ്ഥനായ വീട്ടുകാർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് അവരുടെ ജോലി നോക്കാൻ പറ്റും, അവരുടെ ജീവിതത്തിന്റെ അവരുടെ ഹോൾ ഫാമിലിയുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് മാറും. ഇതിനെക്കുറിച്ച് നമുക്ക് തന്നെ നമ്മൾ തന്നെ കുറെ ഇതിന് മുന്നേ ചർച്ച ചെയ്യും. ചിലവർക്ക് നമ്മൾ തന്നെ പോയി സഹായിച്ചിട്ടുണ്ട്. അവർക്ക് ട്രീറ്റ്മെന്റ് നല്ലത് കിട്ടിയപ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഒരു നിലവാരം മാറിയില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ക്യൂർ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവാദിത്തം. ചിലത് മാറ്റാൻ പറ്റുമായിരിക്കും, പക്ഷേ നമുക്ക് certainly we can make ഡയബറ്റീസും പ്രഷറും ഒന്നും ഫുള്ളായിട്ട് മാറുന്നില്ലല്ലോ. അപ്പൊ അതിനും ആ റിസ്ക് ഉണ്ട് അല്ലേ? ഏത് അസുഖത്തിനുമുള്ള റിസ്കേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് അങ്ങനെ ഒന്ന് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളുടെ ഇപ്പം മെഹക്കിൽ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയുമ്പോൾ, ഒരു പ്രോഗ്രാം ഹോം അഗൈൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഹോംലെസ്നെസ് നമ്മൾ പറയാറുണ്ടല്ലോ, എന്ന് വെച്ചാൽ വീടുകളില്ലാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന വ്യക്തികൾ ഒരുപാടുണ്ട്. പലപ്പോഴും നമ്മൾ റോഡുകളിൽ കാറിലോ ബസ്സിലോ പോകുമ്പോൾ ഈ നടക്കുന്ന വ്യക്തി നമ്മൾ കാണാറില്ല. അവർ ആ ഒരു സീനറിയുടെ ഭാഗമായിട്ട് അങ്ങ് ഇൻവിസിബിൾ ആണ്. ഈവൻ ഇഫ് ദി ആർ ഓൺ ദ റോഡ് നമ്മൾ കാണില്ല അവരെ. പക്ഷെ ഇഫ് യു റിയലി ഫോക്കസ് എന്ന് നമ്മൾ കാണുന്നുണ്ടാവും കുറച്ച് പേര്. അപ്പോൾ ഈ ഹോംലെസ്നെസ്സിന് നമ്മൾ ഒരു പ്രോഗ്രാം ബാനിയൻ എന്ന് പറഞ്ഞ് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള വളരെ പയനിയറിങ് ആണ്. അവർ വലിയ ഓർഗനൈസേഷനാണ്, പക്ഷെ വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അവർ ചെയ്യുന്നു. അവരുടെ കൂടെ പാർട്ട്ണർ ചെയ്ത് നമ്മൾ ഹോം അഗൈൻ എന്ന് വെച്ചാൽ വീണ്ടും വീട്ടിലേക്ക് എന്നുള്ളൊരിതാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു വീടെടുത്ത് അവരെ ഒരു 5-6 പേരെ പ്രാർത്ഥിച്ച് അവർക്ക് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ 2 പേരെ ട്രെയിൻ ചെയ്ത് അവർക്കൊരു സപ്പോർട്ടായിട്ട് പേഴ്സണൽ അസിസ്റ്റൻസ് ഇട്ട് വെച്ചിട്ട് അവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എൻകറേജ് ചെയ്ത് അവർക്ക് ഒരു കുടുംബമായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഒരു 3 പ്രോഗ്രാം ഉണ്ട്. ഒന്ന് ആലപ്പുഴയിലും മുഹമ്മ പഞ്ചായത്തിലും, 2 പാലക്കാടും. അപ്പം അങ്ങനെ ഇതെല്ലാം വളരെ ഈ നമ്മളെപ്പോഴും വിചാരിക്കും, ഇപ്പം ബിനിക്ക് അറിയാം, നമുക്കിപ്പോൾ മാനസിക രോഗം അനുഭവിച്ച് ഇങ്ങനെ ഒരുപാട് ക്രോണിക് ആകുമ്പോൾ ദീർഘകാലം ഇരിക്കുമ്പോൾ ഈ പേരൻസിനെ നോക്കാൻ വയ്യാതെ ആകുന്നു, അല്ലെങ്കിൽ ആരും ഇല്ലാതെ ആകുമ്പോൾ ഇവരെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് തന്നെ. പിന്നെ ഒരുപാട് ഫെയ്ത്ത് ബേസ്ഡ് ഉണ്ട്, സിസ്റ്റേഴ്സും ബ്രദേഴ്സും നടത്തുന്ന ഹോംസ്. അതിൽ പോകുമ്പോൾ പിന്നെ അവർക്ക് അതിൽ നിന്ന് ചിലപ്പോൾ പുറത്ത് വരാനുള്ള വഴി പോലും അവർ കാണുന്നില്ല. അവർക്ക് ആ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് റീഇൻറ്റഗ്രേഷൻ, ഇറ്റ്സ് നോട്ട് എൻ ഇൻക്ലൂസീവ് സ്പേസ് എന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലല്ലേ? മറ്റ് കുടുംബങ്ങളുമായിട്ടും ആ ഇതുമായിട്ടും. അപ്പോൾ അതൊരു ഇൻക്ലൂസീവ് സ്പേസ് ആയിട്ടാണ് ഹോം അഗൈൻ നമ്മൾ ഒരു അതിനെ ട്രൈ ചെയ്യുന്നത്. നമ്മൾ അത് നല്ല ഇഫക്റ്റീവായിട്ടാണ് നമുക്ക് കാണുന്നത്. കുറേ കൂടെ നമുക്ക് ചെയ്യാം. ഇതിലും അവർക്ക് നമ്മൾ ശരിക്കും അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് മുഴുവൻ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷെ എന്നാലും അവർക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു ജീവിതത്തിനെ ബെറ്റർ ആക്കാം. അവർ മരുന്ന് കഴിക്കുന്നുണ്ട്, സൂപ്പർവിഷൻ ഉണ്ട്, പക്ഷെ കുറേ കൂടെ നമ്മൾ അവരുടെ സ്വയം ഒരു തീരുമാനങ്ങളിലേക്കും പ്രവൃത്തികളിലേക്കും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും മാനസിക രോഗത്ത് ഉണ്ടാകുമ്പോൾ അയാളുടെ ഡിഗ്നിറ്റി, അയാളുടെ ഫാമിലിയുടെ എന്താണ് സോഷ്യൽ റെസ്പെക്റ്റ്, ഒരുപാട് കാര്യങ്ങളെ ഇത് അഫക്റ്റ് ചെയ്യും. ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റി, അതിൽ നിലനിൽക്കുന്ന ചുറ്റുപാടുകളെയും അഫക്റ്റ് ചെയ്യും. ഈ വീട് ചിലപ്പോൾ ഒറ്റപ്പെടും, നാട്ടുകാർ ഡെഫിനറ്റ്ലി കല്യാണത്തിന് പോലും ചിലപ്പോൾ വിളിക്കില്ല, കല്യാണത്തിന് വിളിക്കില്ല. ഇയാളുടെ ഈ ഒരു വ്യക്തി കാരണം ഇവർ തന്നെ ഒളിച്ചോടും. അങ്ങനെ ഒരു വലിയ ഒരുപാട് നമ്മളെ സംബന്ധിച്ചുള്ള ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. ചികിത്സയ്ക്ക് തയ്യാറാകാത്ത മനുഷ്യരുടെ ഒരു വലിയ ജനറേഷനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ മെഹക്ക് പോലെ ഒരു ഞാൻ മോഡൽ എന്ന് തന്നെ പറയും. നമുക്ക് കേരളം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ നമുക്ക് പിന്തുടരാവുന്ന ഒരു മോഡൽ ഉണ്ടാക്കുകയും അതിനുവേണ്ടി ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ചിത്രയെ സംബന്ധിച്ചുള്ള ഇതിനകത്തുനിന്നൊരു സാമ്പത്തികമായ ഒരു ഇതുപോലും ഇല്ലാതെ ജോലി ചെയ്യാണ്, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇത്തരം മെഹക്കിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഒരു ഊർജം പകരാൻ ഈ അവാർഡ് സഹായിക്കട്ടെ. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ താഴെ നമുക്ക് മെഹക്കിൻ്റെ നമ്പർ കൊടുക്കാം. ആർക്കെങ്കിലും അത്യാവശ്യം വരുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം വരികയാണെങ്കിൽ ഓഫീസുണ്ട്.
അപ്പോൾ കൂടുതൽ കൂടുതൽ പ്രസ്ഥാനങ്ങൾക്ക് വഴിയൊരുക്കട്ടെ ഇത്തരം ഇതെന്ന് പറയുന്നു. ചിത്രയ്ക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച് ബീന. താങ്ക് യു. I'm following Dr. Seema's fiery speech. She has highlighted a lot of issues on women's issues, including mental health. Thank you, Dr. Seema. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ദ സ്റ്റീരിയോടൈപ്സ് വിത്ത് വിച്ച് വി ലിവ് വിത്ത് ഇൻ ദ സൊസൈറ്റി. അതിനെക്കുറിച്ചാണ് ഡോക്ടർ സീമ വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചത്. താങ്ക് യു ഫോർ ദാറ്റ്. ദേവികി വാര്യർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ പത്മിനി വർക്കി മെമ്മോറിയൽ അവാർഡ് ലഭിച്ചതിന് വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്നു. പത്മിനി അമ്മച്ചി, എനിക്ക് ഡോക്ടർ അജയൻ പറഞ്ഞ അമ്മച്ചി എന്നാണ് അറിയുന്നത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, വ്യക്തിപരമായിട്ട് എനിക്ക് അവരെ അറിയില്ല. പക്ഷേ ഇന്ന് എല്ലാം കേട്ടും പിന്നെ എൻ്റെ സുഹൃത്ത് ബീന എഴുതിയത് വായിച്ചുമൊക്കെയാണ് ഞാൻ അവരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ നിന്നും ഇന്ന് കണ്ട വീഡിയോ നിന്നും പിന്നെ എല്ലാവരും സംസാരിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സാമൂഹ്യ സേവനത്തിൻ്റെ ഒരു ഉയർന്ന മാതൃകയാണ് പത്മിനി അമ്മച്ചി. അത് ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു വഴിയും കൂടെയുണ്ട്. ഐഷ മാഡം, അജയൻ രണ്ടുപേരും എൻ്റെ സീനിയേഴ്സുമാണ്, സുഹൃത്തുക്കളുമാണ്. ഐ ഷെയർ എ വെരി വാം റിലേഷൻഷിപ്പ് വിത്ത് ദം. എനിക്ക് അവരിൽ അമ്മച്ചിയുടെ ഒരു ഇമേജ് കൂടെ കാണുന്നുണ്ട്. നമ്മൾ ഈ സാമൂഹ്യ രംഗത്തിലെ സേവനത്തിൻ്റെ ഒരു മാതൃക എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്തത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം എന്നെ സ്വാധീനിക്കുന്ന അതിലെ വാല്യൂസാണ്. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ആ കെയർ ചെയ്യുന്നത്, കമ്പാഷൻ കാണിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ ചെറിയ കാര്യങ്ങൾ പത്മിനി അമ്മച്ചിയെക്കുറിച്ച് പറയാം. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ആശ്രയ സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മുന്നോട്ട് വരിക, പിന്നെ അവിടെ വരുന്ന ദുരിതം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് എല്ലാ സഹായങ്ങളും, ഭക്ഷണം, താമസം, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക. അവരുടെ കൂടെ അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമുള്ളപ്പോൾ റേഡിയോ തെറാപ്പി അല്ലെങ്കിൽ കീമോതെറാപ്പിക്ക് RCCയിൽ പോകണമെങ്കിൽ കൂടെ ചെല്ലുക. അങ്ങനെയാണ് ഞാൻ ബീനയുടെ പുസ്തകത്തിൽ ആ ചാപ്റ്ററിൽ വായിക്കുന്നത്. ബീന പത്മിനി അമ്മച്ചിയെ കാണുന്നത് ഒരു കുട്ടിയായിട്ട് തിരിച്ചു വരുന്നതാണ് RCCയിൽ നിന്ന് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട്. അത്രയും സ്നേഹവുമായിട്ടും ആ ഒരു മഹാമനസ്സാണ് പത്മിനി അമ്മച്ചിക്കുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ അപാര മനുഷ്യസ്നേഹിയും ഒരു എന്താ വെച്ചാൽ ആ കാരുണ്യം കാണിക്കുന്ന ആ പത്മിനി അമ്മച്ചിയുടെ പേരിൽ ഒരു അവാർഡ് ലഭിക്കുന്നത് മെഹക് ഫൗണ്ടേഷനും എനിക്കും വലിയ സൗഭാഗ്യം. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. എനിക്ക് തോന്നുന്നു പത്മിനി അമ്മച്ചിയുടെ ജീവിതവും പ്രവർത്തനവും കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എനിക്കൊക്കെ പ്രത്യേകിച്ച് ഐ ലേൺ എ ലോട്ട് ഫ്രോം ഇറ്റ്. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിന് ഇനിയും നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുക എന്ന് ശരിക്കും കാണിച്ചു തന്ന ഒരു ജീവിതമാണ് പത്മിനി അമ്മച്ചിയുടേത്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, അതിൽ വളരെ സിമ്പിളായിട്ട് ഒരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു നമ്മുടെ എന്താ പറയുക കരുണ, നമ്മുടെ ഇമോഷണൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ കമ്പാഷൻ്റെ തുടർച്ചയാണ് നമ്മൾ പരിചരണത്തിലും ഉൾപ്പെടുത്തേണ്ടതെന്നാണ് നമുക്കൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നത് പത്മിനി അമ്മച്ചി. ആ ഒരു കമ്പാഷൻ അല്ലെങ്കിൽ ആ കെയറിൻ്റെ വാല്യൂ ആണ് ഞാനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് നമുക്ക് ചെയ്യാനുള്ള കാര്യത്തിൽ. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ഈ അവാർഡ് ലഭിച്ചപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്, തിരിഞ്ഞു നോക്കുന്നത് നമ്മുടെ ജീവിതത്തിലും. അല്ലെങ്കിൽ എപ്പോഴും എന്ത് പ്രവർത്തനം ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ കാര്യം നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്ന എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിലും എൻ്റെ അമ്മയും അച്ഛനും മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറി, വളരെ സ്നേഹത്തോടെയും കമ്പാഷൻ്റെ വാല്യൂസ് അന്നും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ എനിക്കൊരു വാട്സാപ്പ് സന്ദേശം വന്നു.
ചെറുപ്പകാലത്തിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിച്ച ഒരു ഒരു പെൺകുട്ടിയുടെ ആയിരുന്നു. ആ കുട്ടി എനിക്കൊരു വോയിസ് നോട്ടാണ് അയച്ചത്, ടെക്സ്റ്റ് മെസ്സേജ് അല്ല. അപ്പോൾ അതിൽ ആ കുട്ടി പറഞ്ഞത്, ഞാനൊരു വോയിസ് നോട്ടാണ് അയക്കുന്നത്, അത് കേൾക്കുമ്പോഴേ ചേച്ചിക്ക് അറിയുള്ളൂ എൻ്റെ മനസ്സിലുള്ള വികാരം. എൻ്റെ അമ്മ ആ കുട്ടിയെ അവളുടെ ചെറിയ പ്രായത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് ആ കുട്ടിയെ എങ്ങനെ സ്വാധീനിച്ചു എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. ആ കുട്ടി ഇപ്പോൾ ഒരു പ്രശസ്തയായ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഡോക്ടറാവുന്നു എന്നൊക്കെ വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ അമ്മയും അച്ഛൻ്റെയും ഒരു സന്ദേശം എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇതിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ വരികയാണ്. ഒരു കെയർ കിട്ടാത്തവർ, അല്ലെങ്കിൽ ഒരു കഷ്ടപ്പെടുന്നവർ, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എപ്പോഴും നീ എന്തെങ്കിലും ചെയ്യണം, ഈ ഒരു സന്ദേശം. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഈ കെയർ, കമ്പാഷൻ, ഇങ്ങനത്തെ മൂല്യങ്ങൾ, വാല്യൂസിൻ്റെ ശക്തിയും സ്വാധീനം കൊണ്ടാവാം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. മെഹക് ഫൗണ്ടേഷൻ എന്നൊരു സ്ഥാപനം എനിക്ക് തുടങ്ങാൻ സാധിച്ചത്. ഈ മെഡിസിൻ നമ്മൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ MBBS കഴിഞ്ഞ് MD ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങൾക്കും എൻട്രൻസ് എക്സാം എഴുതണം. നമ്മൾ ഏത് സ്പെഷ്യാലിറ്റിയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് നമ്മുടെ ഇഷ്ടം നോക്കിയാണ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഞാനൊരു 3-4 സ്പെഷ്യാലിറ്റി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി. അതിൻ്റെയൊക്കെ രുചി എനിക്ക് കിട്ടി. എപ്പോഴും എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, ഇതെന്തോ എനിക്ക് ശരിയാവുന്നില്ല. അവസാനമാണ് ഞാൻ സൈക്കാട്രിയിൽ എത്തിയത്. അത് ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിൽ അനസ്തീസിയോളജി ചെയ്യുമ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെ സൈക്കാട്രിയും എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള അക്കാലത്ത് സൈക്കാട്രി അത്ര ഒരു അട്രാക്റ്റീവ് സ്പെഷ്യാലിറ്റി അല്ല, കുറച്ചും കൂടെ ഒരു സ്റ്റിഗ്മയായി, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റിഗ്മ ഉള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ അതൊരു ചാലഞ്ച് പോലെ എനിക്കന്ന് തോന്നി, നമ്മൾ അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി എടുത്തിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ തിരിച്ചു വന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തിരുവനന്തപുരത്ത് കിട്ടിയില്ല സീറ്റ്. നല്ല റാങ്ക് ഉണ്ടെങ്കിലും എനിക്ക് കോഴിക്കോടിലാണ് അഡ്മിഷൻ കിട്ടിയത് MDക്ക്. പക്ഷേ അതെല്ലാം എനിക്ക് തോന്നുന്നു നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. എന്താ വെച്ചാൽ കോഴിക്കോട്ടിൽ ഞാൻ MD ജോയിൻ ചെയ്തപ്പോൾ അവിടെ പാലിയേറ്റീവ് കെയറിന് തുടക്കമായിരുന്നു. പത്മശ്രീ ശ്രീ രാജഗോപാൽ സർ, അശോക് കുമാർ, എനിക്ക് തോന്നുന്നു പാലിയേറ്റീവ് കെയറിലെ ആദ്യത്തെ വോളണ്ടിയർ ആയിരിക്കും, ഫൗണ്ടർ വോളണ്ടിയർ ഡോക്ടർ സുരേഷ് കുമാർ. ഇവർ 3 പേരുമാണ് പാലിയേറ്റീവ് കെയറിൻ്റെ പയനിയേഴ്സ് കേരളത്തിലെ. അവരുടെ എന്താ പറയുക, അവരിങ്ങനെ ഒരു വലിയ മരമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഞങ്ങളെല്ലാവരും വളർന്നു. ഞങ്ങൾ കുറേ പേര് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റമായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്പെഷ്യാലിറ്റിയിൽ നിന്നും ഞങ്ങൾ പാലിയേറ്റീവ് കെയറിലേക്ക് പോയി. അങ്ങനെ വി സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദ ബോക്സ്, അങ്ങനെ പോയി. അത് പറയുമ്പോൾ എനിക്ക് പത്മിനി അമ്മച്ചിയുടെ ബോൾഡ്നെസ്സും ഫിയർലെസ്നെസ്സും ഓർമ്മ വരുന്നു. അതിൽ ഞങ്ങൾ കുറേ ആ തത്വത്തിനും ആ ഫിലോസഫിയും അതിൻ്റെ പ്രിൻസിപ്പിൾസും പഠിച്ച് എങ്ങനെയാണ് വേറൊരു രീതിയിൽ നമുക്ക് കെയർ കൊടുക്കാൻ സാധിക്കുക എന്നൊന്ന് പഠിച്ചു. ഞങ്ങൾ ആ പാലിയേറ്റീവ് കെയറിൻ്റെ ആ മോഡൽ വാസ് സോ ഇൻസ്പയറിങ്. പിന്നെ ഈ പയനിയേഴ്സിൻ്റെ പ്രസൻസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇറ്റ് വാസ് സോ ഇൻസ്പയറിങ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിന്ന് വിട്ടു പോകാനേ താല്പര്യമില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ആ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓൺ ഓൾ ഓഫ് us. അങ്ങനെ പാലിയേറ്റീവ് കെയർ ചെയ്തു വരുമ്പോൾ ഞാനൊരു വോളണ്ടിയറായിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്. അത്രയ്ക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും ദിവസം തേടി നടന്ന് അവിടെയാണ് എനിക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടായത്, തിരിച്ചറിവുണ്ടായത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ സൈക്കാട്രി ചെയ്തതുകൊണ്ട് പാലിയേറ്റീവ് കെയറിലെ മാനസിക പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ എന്നെ എൻകറേജ് ചെയ്തു ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെൻ്റൽ ഹെൽത്ത് പാലിയേറ്റീവ് കെയറിൽ വരുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റുക, എങ്ങനെയാണ് അത് പഠിപ്പിച്ചു കൊടുക്കുക, എങ്ങനെയാണ് സമൂഹത്തിനെ എംപവർ ചെയ്യുക, എങ്ങനെയാണ് വോളണ്ടിയേഴ്സിനെ ട്രെയിൻ ചെയ്യുക. ഒരുപാട് വോളണ്ടിയർ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പാലിയേറ്റീവ് കെയറിനും മെൻ്റൽ ഹെൽത്തിനും വേണ്ടി. അങ്ങനെ ചെയ്ത് ആ ഒരു മോഡലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ പാലിയേറ്റീവിൽ ഒരുപാട് ഹോം വിസിറ്റ്സ് ചെയ്യും, ഗൃഹദർശനം. ഞങ്ങൾ പ്രോആക്റ്റീവായിട്ട് വീട്ടിൽ ചെന്നിട്ടാണ് ഈ വ്യക്തികളെ കാണുന്നത്. അങ്ങനെ ആ തുടക്കത്തിൽ പാലിയേറ്റീവ് കെയർ തുടങ്ങുമ്പോൾ സാധാരണ ഒരു ക്യാൻസർ ബാധിച്ച വ്യക്തികളെയാണ് നമ്മൾ സാധാരണ കാണുന്നത്. അവിടെ പോയി വീട്ടിൽ ചെന്ന് നമ്മൾ അവർക്ക് കെയർ കൊടുക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഒരു അനുഭവത്തിൽ കുറേ കുടുംബങ്ങളിൽ അവരുടെ കുടുംബത്തിൽ ഒരു ചേച്ചിക്കോ ചേട്ടനോ അമ്മയ്ക്കോ അച്ഛനോ ഒരു മാനസിക രോഗം
ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ നോക്കില്ല. എന്താ വെച്ചാൽ നമ്മൾ പാലിയേറ്റീവ് കെയറിൽ അന്ന് മെൻ്റൽ ഹെൽത്തിൻ്റെ ഫുൾ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് നമ്മളൊരു വീട്ടിൽ ചെന്ന് ഒരു വ്യക്തിക്ക് കെയർ കൊടുത്തിട്ട് തിരിച്ചു വരുന്നു, മറ്റേ വ്യക്തിക്ക് കെയർ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ സൈക്യാട്രിസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഇൻഫോർമലായിട്ട് ഞാൻ അവരെയും കൂടെ നോക്കാൻ തുടങ്ങി. ഞാൻ അവർക്ക് മരുന്ന് കൊടുക്കുക, അവരുടെ കൂടെ സമയം ചെലവാക്കുക, ഒരു ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. പിന്നീടുള്ള ഹോം വിസിറ്റ്സിൽ ഫോളോ അപ്പിൽ നമ്മൾ കണ്ടത് അതിന് വലിയ മാറ്റം വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നത്, അല്ലെങ്കിൽ ഒരു ആശയം വന്നത്, ദീർഘകാല ശരീരം ബാധിക്കുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾക്ക് ഒരു മോഡലാണ് പാലിയേറ്റീവ് കെയർ. അത്രയും ഒരു മാറ്റമാണ് പാലിയേറ്റീവ് കെയറിൻ്റെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും മോഡലും കേരളത്തിൽ ഉണ്ടാക്കിയത്. വളരെ ഒരു അതിശയകരമായുള്ള മാറ്റം. അപ്പോൾ എന്തുകൊണ്ട് സമാനമായി ദീർഘകാല മാനസിക രോഗത്തിനും ഇതേ മോഡൽ നമുക്ക് അപ്ലൈ ചെയ്തുകൂടാ? അങ്ങനെയാണ് മെഹക് ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നതും ഈ സെയിം പാലിയേറ്റീവ് കെയർ ഫിലോസഫിയും പ്രിൻസിപ്പിൾസും ഉൾക്കൊണ്ട് തന്നെ അതേ മോഡലിൽ നമ്മൾ ക്രോണിക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ തുടങ്ങി. അങ്ങനെയാണ് മെഹക് ഫൗണ്ടേഷൻ തുടങ്ങുന്നത്. പാലിയേറ്റീവ് കെയറിൻ്റെ കോർ വാല്യൂസ് എന്ന് വെച്ചാൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ, വിജയൻ സാർ പറഞ്ഞ പോലെ തന്നെ ഡിഗ്നിറ്റി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഗ്നിറ്റി, മാന്യത, പിന്നെ ലോങ് ടേം കെയർ, തുടർച്ചയായിട്ട് ആ യാത്രയിൽ അവരുടെ കൂടെ നമ്മൾ കൂടെ ചെല്ലുക, പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, സമൂഹത്തിൻ്റെ പങ്കുവെത്തും. ഇത് മൂന്നും ഒരു കോറായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ മെഹക്കിൻ്റെ ആരോഗ്യ പദ്ധതിയും തുടങ്ങിയത്. അത് 2008 തുടങ്ങി. നമ്മൾ എറണാകുളത്തിൽ ബേസ് ചെയ്ത് 2010 ഈ ഇത്രയും വർഷം 17 വർഷം കഴിഞ്ഞു. 17 വർഷങ്ങളിൽ നമ്മൾ ഏകദേശം 34 ഡിസ്ട്രിക്റ്റ്, എറണാകുളം, ആലപ്പുഴ, പാലക്കാട്, ഇടുക്കി എന്ന പ്രദേശങ്ങളിൽ നമ്മൾ സേവനങ്ങൾ കൊടുക്കുന്നു. പക്ഷേ അത് ഒരു വെറും മെഡിക്കലായിട്ടുള്ളൊരു ചികിത്സ മാത്രമല്ല. പക്ഷേ ഈ നമ്മൾ കാണുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും വേദനകളും കഥകളും യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കി അവരുടെ കൂടെ തന്നെ യാത്ര ചെയ്ത് ആണ് പരിചരണം നൽകുന്നത്. നമ്മൾക്ക് ഇതല്ലാതെ നേരത്തെ വിജയൻ സാർ പറഞ്ഞ പോലെ ഹോം അഗെയിൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലും നമുക്ക് 3 വീട് ഹോംലെസ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ വീടുകളോ കുടുംബങ്ങളോ ഇല്ലാത്ത അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മളൊരു വീടായിട്ട് നമ്മൾ ആലപ്പുഴയിലും പാലക്കാടിലും നടത്തുന്നുണ്ട്. ഇതിലെല്ലാം വെറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് വളരെ കോംപ്രിഹെൻസീവാണ്. വെറും ഒരു മരുന്ന് കൊടുത്ത് മാത്രമല്ല നമ്മൾ ചികിത്സിക്കുന്നത്, പക്ഷേ ഒരു കോംപ്രിഹെൻസീവ് കെയറാണ്. അവരുടെ സാമ്പത്തികം, സാമൂഹികമായ എല്ലാ കാര്യങ്ങളും, സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്റ്റൻഷ്യൽ ഇഷ്യൂസ്, ഇതെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ടും അവരുടെ എൻഡ് ഓഫ് ലൈഫ് കെയർ ഇഷ്യൂസ് എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ അവസാന സമയം മാനസിക രോഗികൾക്ക് ആരും കൂടി ഉണ്ടാവാറില്ല. അവരെ ഇങ്ങനെ ഈ ദീർഘകാല രോഗം എന്ന് പറയുമ്പോൾ, മാനസിക രോഗം എന്ന് പറയുമ്പോഴേക്കും ഈ കുടുംബങ്ങൾ ഇവരെ പരിചരണം നൽകി തകർന്നു പോവാണ്. ദേ ആക്ച്വലി ഗെറ്റ് ഷാറ്റേർഡ്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് ഇവരുടെ അവസാന കാലഘട്ടത്തിലും നമ്മൾ കൂടെ നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ മെഹക് പ്രവർത്തിച്ചു വരുന്നത്. 17 വർഷങ്ങൾ ആയി. 17 വർഷത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സേവനം ലഭിക്കാത്തവർ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടവർ, അകറ്റി നിർത്തപ്പെട്ടവർ, പിന്നെ ശബ്ദമില്ലാത്തവർ, ഇവർക്കൊക്കെ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു ശബ്ദമാവാൻ സാധിച്ചു എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയുടെ ഒരു വിജയമല്ല, ഇതൊരു കൂട്ടായ്മയാണ്. കമ്മ്യൂണിറ്റിയിലുള്ളവരും മനുഷ്യരുടെ എല്ലാം സഹായവും സഹകരണം കൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഈ മെഹക്കിൻ്റെ ടീം ഗ്രാമങ്ങളിലും തീരദേശങ്ങളിലും ചെല്ലുന്ന മെഹക് ടീം, ഞങ്ങൾക്ക് സഹായിക്കുന്ന സ്ഥാപനങ്ങൾ, പിന്നെ ഞങ്ങൾക്ക് സഹായിക്കുന്ന സൈക്യാട്രിസ്റ്റും ഡോക്ടേഴ്സും, പിന്നെ സമൂഹത്തിലുള്ള എല്ലാ നല്ല മനുഷ്യരും, നമ്മളെ സമ്മതിക്കുന്നു അവിടെ ചെന്ന് അവരുടെ കൂടെ നിന്ന് ഒരു സേവനം നൽകാനും. ഈ മാനസിക രോഗം അനുഭവിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും അവരാണല്ലോ ഏറ്റവും പ്രധാനം. അവരും ഞങ്ങളെ ഉൾക്കൊണ്ട് ഇത് ചെയ്യാൻ സമ്മതിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മിസ് ചെയ്യുന്നത് കമ്പാഷൻ, അല്ലെങ്കിൽ ഒരു കനിവ് വേണ്ട മനുഷ്യരാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു കാലഘട്ടമാണ്. നമുക്കറിയാം കോവിഡ് സമയത്ത് നമ്മൾ എന്തുമാത്രം ആ ഒരു ഐസൊലേഷനും കണക്ഷനും ഇല്ലെങ്കിൽ എന്തുമാത്രം
നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നമുക്കറിയാം അല്ലേ, അനുഭവം ഉണ്ടായല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ദിവസം അമ്മച്ചിയെ മറക്കാതിരിക്കുകയും ആ ഒരു അവർ തെളിയിച്ച വഴിയിൽ കൂടെ മറ്റുള്ളവർ കടന്നു വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സോ മച്ച്.